പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 4ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരും? ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? മോഡൽ ചോദ്യം ഏത് രൂപത്തിലാണ്? എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി കാണുകയാണെങ്കിൽ എല്ലാ നിലക്കുള്ള ചോദ്യം വരുന്ന രൂപവും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി നല്ല മാർക്ക് സ്കോർ ചെയ്യാം. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. പ്രധാന വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്കൊരു മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തായി ചോദിച്ചിരിക്കുന്നത് നസ്ലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ഒട്ടുമിക്ക പരീക്ഷാ പേപ്പറുകളിലും ഇങ്ങനത്തെ ഒരു ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. ഒന്നുകിൽ ഇതുപോലെ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്നെടുത്ത് എഴുതാൻ. നമുക്കും ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇവിടെ 4 വാക്കുകളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളത് വരച്ചു കൊടുക്കണം. ഞാൻ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മനസ്സിലാകുന്നതിന് വേണ്ടി. അസ്വദീഖാനി, 2 കൂട്ടുകാർ എന്നുള്ള പദമാണ്. അപ്പോൾ 2 കൂട്ടുകാരാണുങ്ങളാണ്. അതിനോട് യോജിച്ച പദം ഇവിടുന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് യഖ്റആനിയാണ് ലഭിക്കുക. 2 കൂട്ടുകാർ വായിക്കുന്നു. കാരണം തിരഞ്ഞെടുക്കുന്നതിലും 2 എന്നുള്ളതിൻ്റെ അർത്ഥമുണ്ടാവണം. അപ്പോൾ യഖ്റആനി, യഖ്റഉ ഒരാൾ വായിക്കുക, യഖ്റആനി 2 ആൾ വായിക്കുക. അപ്പോൾ അതാണ് യോജിച്ചത്. രണ്ടാമത്തത് അൽ ഉമ്മു, ഉമ്മയാണ്. ഉമ്മയാകുമ്പോൾ അതൊരു സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീയുടെ മേൽ അറിയിക്കുന്ന താ ഉള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കൂടെ ഒരാളെ ഉള്ളു ഉമ്മ, അപ്പോൾ ഒരാൾ താ ഉള്ളത്. ഇത് മനസ്സിലാക്കി നമ്മളിവിടെ നോക്കുമ്പോൾ തസ്നഉ, ഉണ്ടാക്കുന്നു. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്നു, അതാണ് യോജിച്ചത്. ഇനി അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങളായ ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്, കൂടാതെ ആണുങ്ങളുമാണ്. അപ്പോൾ അതിനോട് യോജിച്ചത് നമ്മൾ നോക്കുമ്പോൾ യദ്ഹബൂന എന്നുള്ളതാണ്. യദ്ഹബു എന്ന് പറഞ്ഞാൽ ഒരാൾ പോവുക, യദ്ഹബാനി 2 ആൾ പോവുക, യദ്ഹബൂന ഒരുപാട് ആൾ പോവുക. അപ്പോൾ ഒരുപാട് ആളുകൾ പോകുന്നത് യദ്ഹബൂനയാണ്. അതാണ് മുസ്ലിമൂന എന്നതിനോട് യോജിച്ചത്. അപ്പോൾ ഇതിന് സർഫാക്കുക എന്നാണ് പറയുക. ഒരാൾ പോവുക, 2 ആൾ പോവുക. ആ ഭാഗം നമ്മൾ പുസ്തകത്തിൽ പഠിച്ചതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കാതിരുന്നാൽ വലിയ മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ശ്രദ്ധിക്കുക. ഇനി അൽ മുഅ്മിനാത്തു, മുഅ്മിനീങ്ങളായ സഹോദരിമാരാണ്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? യസുംന, യസൂമു, യസൂമാനി, യസൂമൂന. പിന്നെ തസൂമു, പെണ്ണുങ്ങൾ, ഒരു പെണ്ണ് നോമ്പ് നോറ്റു. പിന്നെ തസൂമാനി, 2 പെണ്ണുങ്ങൾ നോമ്പ് നോറ്റു. യസുംന, ഒരുപാട് പെണ്ണുങ്ങൾ നോമ്പ് നോറ്റു. യസുംന എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകളുടെ മേൽ അറിയിക്കുന്ന പദമാണ്. അപ്പോൾ അതാണ് നമ്മൾ ആ സൊറഫാക്കാൻ ഉള്ളത് പഠിച്ചു കഴിഞ്ഞാലുള്ള മെച്ചം അതാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ സിമ്പിളായി നമുക്ക് കൈകാര്യം ചെയ്യാം. അതുകൊണ്ട് അത് എല്ലാവരും പഠിച്ചു വെക്കുക. പാഠഭാഗങ്ങളിലുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് നുക്കമ്മിലു കമാഫിൽ മിസാലി, തന്നിരിക്കുന്ന ഉദാഹരണത്തിലുള്ളതുപോലെ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഹംസത്തുൻ, 5 എന്നും അതിന് നേരെ ഖാമിസുൻ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എഴുതി കൊടുത്തതാണ്. അതിൽ വാഹിദുൻ, ഇപ്പോൾ ഹംസത്തുൻ എന്ന് പറഞ്ഞാൽ 5, ഖാമിസുൻ 5ാമത്തെ എന്നുള്ളതാണ്. അപ്പോൾ 5ാമത്തെ എന്നർത്ഥമാണ് ഖാമിസുന് വരുന്നത്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതിനൊക്കെ എഴുതി കൊടുക്കുക. വാഹിദുൻ 1, അൽ അവ്വലു 1ാമത്തെ. 14 14, അറാബിയു 10 14ാമത്തെ. സബഅത്തുൻ 7, അസാബിയു 7ാമത്തെ. അപ്പോൾ 7ാമത്തെ എന്ന ആ ഒരു അർത്ഥം വരുന്നതിന് ഏത് രൂപത്തിലാണ് ആക്കേണ്ടത് എന്ന് പാഠപുസ്തകത്തിൽ ചാർട്ടായി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക എന്ന സൂചനയാണ് ഈ ചോദ്യത്തിലൂടെ നമുക്ക് നൽകുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നുക്കമ്മിലുൽ ഫറ അല്ലാത്തിയ, താഴെ കൊടുത്തിരിക്കുന്നത് പൂർത്തിയാക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥമാണ് ഇതിലും വരുന്നത്. കാരണം ഹുവ അവൻ, ഹുമ അവർ 2 പേര് പുരുഷന്മാരാണ്, ഹും അവർ ഒരുപാട് പുരുഷന്മാർ, ഹിയ അവളൊരു സ്ത്രീ, ഹുമ അവർ 2 സ്ത്രീകൾ, ഹുന്ന അവരൊരുപാട് സ്ത്രീകൾ. ഇനി അതിൻ്റെ സ്ഥലത്തുള്ള പ്രയോഗമാണ് നീ എന്നുള്ളത്. അപ്പോൾ അൻത, നീ ഒരാണ്, അൻതുമ നിങ്ങൾ 2 ആണുങ്ങൾ, അൻതും നിങ്ങൾ കുറേ ആണുങ്ങൾ. ഇത് നമ്മൾ അടുത്തുള്ളവരോടാണ് പറയുക. ഹുവ എന്നുള്ളതൊക്കെ നമ്മൾ ആ സ്ഥലത്തില്ലാത്ത ആളുകളോടും ഇത് സ്ഥലത്തുള്ള ആളുകളും. നീ എന്ന് പറയണമെങ്കിൽ സ്ഥലത്തൊരാൾ വേണ്ടേ, എന്നാലല്ലേ പറയാൻ ഒക്കൂ, അതാണ്. അപ്പോൾ അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു പെണ്ണ്, അൻതുമ നിങ്ങൾ 2 പെണ്ണുങ്ങൾ, അൻതുന്ന നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു.
ഏതെങ്കിലും രൂപത്തിൽ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നാലാമത്തെ ചോദ്യം നുമയ്യിസുൽ ഇസ്മ വൽ ഫീല വൽ ഹറഫ മിനൽ ആത്തിയ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ഇസ്മ, ഫീല്, ഹറഫ് എന്നിങ്ങനെ വേർതിരിക്കാനാണ്. ഇങ്ങനെ ഒരു ചോദ്യവും ഉണ്ടാകും. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന സൂചനയാണ് ഈ ചോദ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്മ എന്ന് പറഞ്ഞാൽ നാമങ്ങളാണ്. സാധാരണ മനുഷ്യരുടെ പേരുകൾ മാത്രമല്ല, എല്ലാറ്റിൻ്റെയും പേരുകൾ ഏതിൽ വരും? ഇസ്മിൽ വരും. നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം. ദഹബ പോയി, പോവുക, കഴിക്കുക, ചാടുക, ഓടുക എന്നതൊക്കെ ഒരു ക്രിയയാണ്. ആ ക്രിയയാകുമ്പോൾ അത് ഫീലിലാണ് വരിക. തോലിബുൻ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അതൊരു പേരാണ്, അതിന് നമുക്ക് ഇസ്മിൽ എഴുതാം. ഇല എന്ന് പറഞ്ഞാൽ ഇസ്മു അല്ല ഫീലും അല്ല, അക്ഷരമാണ്. അക്ഷരങ്ങളാണ് ഹറഫിൽ വരിക. അക്ഷരങ്ങളാകുമ്പോൾ സ്വന്തം അർത്ഥം ഉണ്ടാവില്ല, ബാക്കിയുള്ളതിൻ്റെ കൂടെ കൂടുമ്പോഴാണ് അതിൻ്റെ അർത്ഥം ഉണ്ടാവുക. ഇപ്പോൾ ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നുള്ള അർത്ഥമാണ്, അതിന് സ്വന്തം ഒരർത്ഥമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ മദ്രസ എന്ന് വെക്കുമ്പോൾ മദ്രസയിലേക്ക് വിദ്യാർത്ഥി പോയി. മദ്രസ എന്ന് പറഞ്ഞാൽ പേരാണല്ലോ, മദ്രസ ഇസ്മിൽ എഴുതി. റജ എന്ന് പറഞ്ഞാൽ മടങ്ങി, അതൊരു ക്രിയയാണ്, അത് നമുക്ക് ഫീലിൽ എഴുതാം. മിന മിൻ മദ്രസ, മദ്രസയിൽ നിന്ന്. മിന്നാണ് എഴുതേണ്ടത്. മിന എന്നത് ചേർത്തി എഴുതുമ്പോൾ മിനയാകുന്നതാണ്, അതിൻ്റെ ശരി മിന്നാണ്. മിന്ന് ഒരു അക്ഷരമാണ്. മിനൽ മദ്രസ, മദ്രസയിൽ നിന്ന്. ഹുവ അവൻ, അവൻ എന്ന് പറഞ്ഞാൽ അത് ഹർഫാണ്, അക്ഷരമാണ്. യജ്ലിസു ഇരിക്കുന്നു, അപ്പോൾ ഇരിക്കുക, കിടക്കുക അതൊക്കെ ഒരു ക്രിയയാണല്ലോ, അതുകൊണ്ട് അത് ഫീലിൽ എഴുതാം. അല എന്നുള്ളത് അക്ഷരമാണ്, അതുകൊണ്ട് ഹർഫിൽ. കുർസി കസേര എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ പേരാണ്, അതുകൊണ്ട് അതിന് ഇസ്മിൽ എഴുതുന്നു. ഫി എന്ന് പറഞ്ഞാൽ അത് അക്ഷരമാണ്, ഫീക്ക് സ്വന്തം അർത്ഥമില്ല. ഫിൽ ബൈത്തി വീട്ടിൽ, അപ്പോൾ വീട്ടിൽ എന്നുള്ള അർത്ഥത്തിലുള്ള വീട് ഇസ്മിലാണ്, ഫി എന്നുള്ളത് ഹർഫിലുമാണ്. ഇതുപോലെ ഒരു ചോദ്യം ഉറപ്പാണ്. ഏത് രൂപത്തിലാണ് വേർതിരിക്കുക എന്നതിൻ്റെ ട്രിക്ക് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി അടുത്തത് നെഖ്താറുൽ ലമാഇറൽ മുത്തസില വൽ മുംഫസില മിനൽ അൽഫാലിൽ മുലവ്വന. താഴെ കൊടുത്തിരിക്കുന്നതിൽ ചുവന്ന നിറത്തിലുള്ളതിനെ ലമാഇറുൽ മുത്തസില, ലമാഇറുൽ മുംഫസില, മുൻഫസിലായ ലമീർ, മുത്തസിലായ ലമീർ എന്നിങ്ങനെ വേർതിരിക്കാനാണ്. അപ്പോൾ അൻതുമ എന്നുള്ളത് സ്വന്തമായി വരുന്നതാണ്, അഥവാ ചേർന്ന് വരുന്നതല്ല, സ്വന്തമായി നിലനിൽപ്പുള്ളതാണ്, വിട്ടുപിരിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ അത് വിട്ടുപിരിഞ്ഞ് വരുന്ന ലമീറിന് മുൻഫസിൽ എന്നാണ് പറയുക. അൻതുമ വിട്ടുപിരിഞ്ഞതാണ്, അപ്പോൾ മുൻഫസിൽ എഴുതാം. പിന്നെ ബൈത്തിക്കുമ, കുമ, ബൈത്തിക്കുമ, ആ ബൈത്തിനോട് യോജിച്ചിട്ടാണ് കുമ വരുന്നത്. അപ്പോൾ ചേർന്ന് വരുന്ന ലമീറിലാണ് അത് എഴുതേണ്ടത്. അതേതാണ്? മുത്തസിലായ ലമീറാണ്. പിന്നെ നെഹ്നു എന്ന് പറയുന്നത് ഞങ്ങൾ എന്നുള്ളതാണ്. ഞങ്ങൾ എന്നുള്ളത് സ്വന്തമായിട്ടാണ്, വേർപിരിഞ്ഞു വന്നതാണ്, മുസ്ലിമൂനായിട്ട് ഒരു ടച്ചും ഇല്ല, അതുകൊണ്ട് അത് മുൻഫസിൽ വേർപിരിഞ്ഞ് വരുന്ന ലമീറിൽ എഴുതണം. ഇനി റബ്ബന എന്നുള്ള റബ്ബ ന, അതിനോട് റബ്ബിനോട് ചേർന്നിട്ടാണ് നാ വരുന്നത്. അപ്പോൾ ചേർന്ന് വരുന്ന ലമീറായ മുത്തസിലയിൽ അത് എഴുതി കൊടുക്കണം. എങ്ങനെ എഴുതി കൊടുക്കും എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആറാമത്തത് നുക്കബിനുൽ അസ്ഇലത ബി മുസാഅദത്തി അദവാത്തിൽ ആത്തിയ. താഴെ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങൾ കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. അൽ മസലു ഉദാഹരണമായിട്ട് ലിമാദ ദഹബത്തും ഇലൽ മൈദാൻ, നിങ്ങൾ എന്തിനാണ് മൈദാനിലേക്ക് പോയത്, എന്തുകൊണ്ടാണ് പോയത് എന്നതുപോലത്തെ ചോദ്യങ്ങൾ താഴെ കൊടുത്ത പോയിൻ്റ് കൊണ്ടുണ്ടാക്കാനാണ്. ഇവിടെ കൊടുത്തത് മെന്നും മത്തയുമാണ്. മെൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്, മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ചോദ്യം ഉണ്ടാക്കാനാണ് നമ്മൾ മൻ യാരിഫു മിൻകും, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും അറിയുമോ എന്ന പാഠഭാഗത്തിൽ അത് നമ്മൾ എഴുതി കൊടുത്തു. പിന്നെ മത്ത തെർജിഊന, മത്ത അവിടെ ഉണ്ട്, അപ്പോൾ തെർജിഊന എന്ന് നമ്മൾ എഴുതി കൊടുത്തു. എപ്പോഴാണ് നിങ്ങൾ മടങ്ങുക എന്ന് മാനേജർ ചോദിച്ച തെർജിഊന നമ്മൾ എഴുതി കൊടുത്തു. അപ്പോൾ ഇതുപോലെ പാഠഭാഗത്തിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ആ ഒരു പാഠത്തിൽ, മാനേജറുടെ പാഠത്തിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്ന ശൈലികളും അതിൻ്റെ പ്രയോഗങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഏഴാമത്തത് നെക്തുബുൽ മാലിയ ലിലാത്തിയ, താഴെ കൊടുത്തിരിക്കുന്നതിനിക്ക് മാലി എഴുതാനാണ്. യദ്ഹബു ദഹബ, യദുറുസു ദറസ, യസ്നഉ സനഅ. ഏകദേശം എല്ലാ മാലിയും ഫഅല രൂപത്തിലാണ് വരിക. ദഹബ ഫഅല ദഹബ, ദറസ ഫഅല ദറസ, സനഅ ഫഅല സനഅ. ഏകദേശം ഒക്കെ ഫഅല രൂപത്തിലാണ്. മുലാരി ഏകദേശം ഒക്കെ യഫ്അലു രൂപത്തിലാണ് വരിക. യാ ഉള്ളതൊക്കെ മുലാരിയാണ്, ആ ഉള്ളതും താ ഉള്ളതും നാ ഉള്ളതും മുലാരിയാണ്. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് മാലിയിൽ കണക്കൂട്ടാം.
അപ്പോൾ ഈ ഒരു ട്രിക്ക് വെച്ചുകൊണ്ട് ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിയുള്ള ഏകദേശം കുറഞ്ഞ ഭാഗങ്ങളെ വരൂ, അത് പുസ്തകത്തിലുണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക. എട്ടാമത്തത് നുക്കമിലുൽ ഫറാ, വിട്ടത് പൂരിപ്പിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സർഫാക്കാനുള്ളത് യക്തുബ് യക്തുബാനി യക്തുബൂന, തക്തുബ് തക്തുബാനി യക്തുബുന. ഒരാണെഴുതി, രണ്ടാണെഴുതി, ഒരുപാട് ആണുങ്ങൾ എഴുതുക. ഒരു പെണ്ണെഴുതും, രണ്ട് പെണ്ണുങ്ങളെഴുതും, ഒരുപാട് പെണ്ണുങ്ങളെഴുതും. അതാണ്. ഒൻപതാമത്തത് നെക്തുബു ഷെഹ്റൈനി ബാദ റബീഉൽ അവൽ, റബീഉൽ അവലിന് ശേഷമുള്ള 2 മാസം എഴുതാനാണ്. റബീഉൽ ആഖിർ, ജുമാദൽ ഊല. അപ്പോൾ മാസങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം എന്നതാണ്. ഇനി നുഅരിബുൽ ആത്തിയ, താഴെയുള്ളതിനെ അറബിയാക്കാനാണ്. സുബഹിയുടെ മുമ്പ് നബീൽ പള്ളിയിൽ പോയി. ദഹബ നബീലുൻ ഇലൽ മസ്ജിദി കബുല സുബഹി, നിസ്കാരശേഷം അവൻ വീട്ടിലേക്ക് മടങ്ങി. റജഅ ബാദ സ്വലാത്തി ഇലൽ ബൈത്തി. ഇതുപോലെ ഇതല്ല ഏതെങ്കിലും ഒന്ന് അറബിയിലാക്കാനുണ്ടാകും. അതുകൊണ്ട് പാഠഭാഗത്തിലെ പോയിന്റുകളൊക്കെ അർത്ഥം വെച്ച് പഠിച്ചിരിക്കണം, ഫുൾ മാർക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾ. ഇനി നുക്കമ്മിലു ബിമാഫിൽ കൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് ചേർക്കാനാണ്. അതിൽ അന്നുണ്ട്, മിന്നുണ്ട്, അലയുണ്ട്. ഷജറത്തി ബബുആവുൻ, മരത്തിൽ തത്ത. അപ്പം മരത്തിൻ്റെ മേലെയാണ്, അലയാണ് യോജിച്ചത്. റളിയല്ലാഹു, അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അഹ്ലി ബദർ, ബദരീങ്ങളെ തൊട്ട് എന്നാണ്. അപ്പോൾ അന്നാണ് തൊട്ട് എന്നുള്ള അർത്ഥത്തിന് പ്രയോഗത്തിന് ഉപയോഗിക്കുന്നത്. ഇനി യതവല്ലഉ, വുളു എടുക്കുന്നു. ഹൗലിൽ നിന്ന് എന്നല്ലേ, അപ്പം മിനയാണ്. നിന്ന് എന്ന പ്രയോഗം മിനക്കാണ് അർത്ഥം വരുന്നത്. അപ്പോൾ യതവല്ലഹു മിനൽ ഹൗലിൽ നിന്ന് വുളു എടുക്കുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലത്തെ പ്രയോഗങ്ങൾ പാഠത്തിലുണ്ട്, ശ്രദ്ധിക്കുക. ഇനി 12ാമത്തത് നെക്തുബുൽ മുഫ്രദ ലിമാ യഅതി, താഴെ കൊടുത്തിരിക്കുന്ന ബഹുവചനത്തിന് ഏകവചനം എഴുതാനാണ്. പക്ഷികൾ, തുയൂർ. അപ്പോൾ ഒരു പക്ഷി എന്നുള്ളതിന് തൊയർ. അയ്യാമുൻ, ദിവസങ്ങൾ. യൗമുൻ എന്ന് പറഞ്ഞാൽ ദിവസം. ബുയൂത്ത്, വീടുകളാണ്. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു വീട്. അപ്പോൾ ഇതുപോലെ പാഠത്തിൻ്റെ അവസാനത്തിൽ, ഓരോ പാഠത്തിൻ്റെ അവസാനത്തിലും ഏകവചനം ബഹുവചനമുണ്ട്. തല തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചേക്കാം, പഠിച്ചു വെച്ചാൽ നല്ലതാണ്. യക്തുബുൽ മുലാരിയലിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്നതിന് മുലാരി, നേരത്തെ മാലിയ ചോദിച്ചു, ഇപ്പോൾ മുലാരിയ. ദഖലയുടേത് യദുഖുലു, വസല യസിലു, ലഅബ യൽഅബു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് മുലാരി വരുന്നത്. ഇനി 14ാമത്തത് നെക്തുബുൽ ജംഅ ലിമാ യഅതി, നേരത്തെ നമ്മൾ ഏകവചനമാണ് എഴുതാൻ പറഞ്ഞത്, ഇപ്പോൾ ബഹുവചനമാണ്. തോലിബുൻ എന്നുള്ളതിൻ്റെത് തുല്ലാബുൻ എന്നാണ്. ഇബ്നത്തുൻ എന്ന് പറഞ്ഞാൽ മകള്, ബനാത്തുൻ മക്കൾ, ഒരുപാട് മക്കളുള്ളതിനാണ് ബനാത്തുൻ എന്ന് പറഞ്ഞാൽ. മൻസിൽ എന്ന് പറഞ്ഞാൽ വീട്, വീടുകൾ എന്നുള്ളതിന് മനാസിൽ. തോലിബുൻ വിദ്യാർത്ഥി എന്നാണല്ലോ, തുല്ലാബുൻ ഒരുപാട് വിദ്യാർത്ഥികൾ. ഇനി 15ാമത്തത് നുക്കമ്മിലുൽ ഫറാ ബിമാ ഫിൽ കൗസൈനി, താഴെ ഉള്ളതിന് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുക്കാനാണ്. യജിലിസു, ഇരിക്കുന്നു. ഡാഷ് ബാബി, വാതിൽ. അപ്പോൾ അവിടെ യോജിച്ചത് ഇന്ദയാണ്, വാതിലിൻ്റെ അരികിൽ എന്നുള്ളത്. യബ്ഹസു, പരിശോധിക്കുന്നു. അൽ കുത്തുബ്, കിതാബുകൾ. ബൈനയാണ് അതിനോട് യോജിച്ചത്, അഥവാ കിതാബുകൾക്കിടയിൽ പരതുന്നു എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഇടയിൽ എന്ന അർത്ഥം ബൈനക്കാണ്. ആ പ്രയോഗത്തിനോട് യോജിച്ചത് ബൈനയാണ്. ഇനി റജഅതു, ഞാൻ മടങ്ങി. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. ഉറൂബി ഷംസി, സൂര്യാസ്തമയം. അപ്പോൾ മുമ്പ് എന്നുള്ളതാണ് അതിനോട് യോജിച്ചത്. സൂര്യാസ്തമയത്തിന് മുമ്പ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഇതുപോലത്തെ പ്രയോഗങ്ങൾ പാഠത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ചോദിച്ചേക്കാം, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യം നൽകിയിട്ടുള്ളത്. അവസാനത്തത് നുതർജിമുൽ ആത്തിയ, താഴെയുള്ളതിൻ്റെ ആശയം എഴുതാനാണ്, പരിഭാഷപ്പെടുത്താനാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഫതഹത്തിൽ ബിന്തു അൽ ബാബ, പെൺകുട്ടി വാതിൽ തുറന്നു. റഅയ്തുൽ അസദ മിനൽ ഹദീക്കത്തി, തോട്ടത്തിൽ സിംഹത്തെ കണ്ടു. യജ്ലിസു തോലിബാനി ഇന്ദൽ ബാബി, 2 വിദ്യാർത്ഥിനികൾ വാതിലിൻ്റെ അരികിൽ ഇരിക്കുന്നു. ഇതാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോദ്യം വരാം. വാർഷിക പരീക്ഷയായതുകൊണ്ട് ബുക്ക് കംപ്ലീറ്റ് ചോദ്യത്തിന് സാധ്യതയുണ്ട്. എന്നിരുന്നാലും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള ഇടത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയി കണ്ട് നല്ലോണം അർത്ഥം വെച്ച് ജംഉം ഏകവചനവും ഒക്കെ ഫീല് സർഫാക്കാനുള്ളതൊക്കെ നന്നായി പഠിക്കുക. പക്ഷേ അതെല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാകും. ഇതുപോലത്തെ വീഡിയോയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ
നൽകുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ കമൻറ്റിൽ എഴുതി അറിയിക്കുക.